നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നാളെ. ആകാംക്ഷയിൽ രാഷ്ട്രീയ കേരളം. പാലക്കാടിനൊപ്പം ചേലക്കരയും പോരുമെന്ന് UDFന്റെ കണക്കുകൂട്ടൽ. സിറ്റിംഗ് സീറ്റിനൊപ്പം പാലക്കാട് അട്ടിമറി മോഹം LDFിലും സജീവം. പാലക്കാട് വിജയം പ്രവചിച്ച് സോഷ്യൽ മീഡിയകളിൽ BJP ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ചേലക്കരയിൽ ബൂത്ത് തല കണക്കുകൾ കൂട്ടി സിറ്റിംഗ് സീറ്റിൽ വിജയം ഉറപ്പിക്കുകയാണ് ഇടതുമുന്നണി. അട്ടിമറി വിജയം നേടുമെന്ന പ്രതീക്ഷയിൽ UDF. ചേലക്കര കൈവിട്ടാൽ സർക്കാരും CPM-ഉം പ്രതിരോധത്തിലാകും. 3 ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നാളെ വരാനിരിക്കെ CPM-ന്റെയും CPI-യുടെയും സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് ചേരും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. പാലക്കാട് 2ാം സ്ഥാനത്തെത്തിയാലും അത് ഗുണമാകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ പേരിൽ സജി ചെറിയാനെതിരെ തുടരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടതും ചർച്ചയായേക്കും. തൃശൂർ കോർപ്പറേഷനിലെ വാർഡ് വിഭജനത്തിൽ അതൃപ്തി പരസ്യമാക്കി CPI. വിഭജനത്തോടെ CPI-യുടെ സിറ്റിംഗ് ഡിവിഷനായ കൃഷ്ണപുരം വാർഡ് ഇല്ലാതായതിലാണ് പ്രതിഷേധം. ഇതിന് പിന്നിൽ സ്ഥാപിത താൽപര്യമെന്ന് CPI കൗൺസിലർ ബീന മുരളി. 15 വർഷമായി തുടർച്ചയായി ജയിക്കുന്ന ഡിവിഷൻ 2 ഡിവിഷനിലേക്ക് വെട്ടിലയിപ്പിക്കുകയായിരുന്നു. ശബരിമലയിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയത് ഇന്നലെയാണ്. 77,026 തീർത്ഥാടകരാണ് ഇന്നലെ ദർശനം നടത്തിയത്. മണ്ഡലകാലം തുടങ്ങി ആദ്യ ആഴ്ച 4,51,097 തീർത്ഥാടകരെത്തി. മുനമ്പം ഭൂമി പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച നിർണായക യോഗം ഇന്ന് വൈകിട്ട് 4-ന് മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് യോഗം. പ്രദേശവാസികൾക്ക് ഭൂമിക്ക് മേലുള്ള അവകാശം എങ്ങനെ പുനഃസ്ഥാപിക്കണമെന്നാണ് സർക്കാർ പരിശോധിക്കുന്നത്. മന്ത്രിതല ഉപസമിതി രൂപീകരിക്കുന്നതും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. പ്രശ്നപരിഹാരത്തിന് വഴിയൊരുങ്ങുമെന്ന പ്രതീക്ഷയിലാണ് മുനമ്പത്തുകാർ. മലപ്പുറം പെരിന്തൽമണ്ണ ടൗണിൽ ജ്വല്ലറി ഉടമയുടെ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി 3.5 കിലോ സ്വർണം കവർന്നു. പെരിന്തൽമണ്ണയിലെ MK ജ്വല്ലറി അടച്ച് മടങ്ങുകയായിരുന്ന ഹിനാദിയിൽ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും ഇടിച്ചു വീഴ്ത്തിയാണ് കവർച്ച. ജൂബിലി ജംഗ്ഷന് സമീപത്ത് വെച്ചാണ് മഹീന്ദ്ര കാറിലെത്തിയ സംഘം ഇരുവരെയും ഇടിച്ചു വീഴ്ത്തിയത്. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നുള്ള തിരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് AIYF നേതാവ് AS ബിനോയ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മതവികാരം ഇളക്കിവിട്ടാണ് സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചതെന്നാണ് ഹർജിയിലെ ആരോപണം. വോട്ടെടുപ്പ് ദിനത്തിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും ഹർജിയിൽ പറയുന്നു. സന്നിധാനത്ത് മണിമാളിക അടക്കമുള്ള കെട്ടിടങ്ങളുടെ ചുവരുകളിൽ അയ്യപ്പന്റെ ചിത്രം വരയ്ക്കുകയാണ് മനു എന്ന ചിത്രകാരൻ. 10 ദിവസങ്ങൾക്ക് മുമ്പാണ് മനു ചിത്രങ്ങൾ വരയ്ക്കാൻ ആരംഭിച്ചത്. തനിക്ക് ലഭിച്ച നിയോഗം ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് മനു ന്യൂസ് 18. ചുട്ടിപ്പാറ SME നഴ്സിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ കസ്റ്റഡിയിലുള്ള 3 സഹപാഠികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. പത്തനാപുരം സ്വദേശി അലീന, ചങ്ങനാശ്ശേരി സ്വദേശി അഷിത, അയർക്കുന്നം സ്വദേശി അഞ്ജന എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം മാനവീയം വീഥിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസിന് ഇനി ഹോവറിന്റെ സഹായം. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നഗരസഭയാണ് സിറ്റി പോലീസിന് 10 ഹോവറുകൾ കൈമാറിയത്. ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്താൻ കഴിയുന്ന ആധുനിക സംവിധാനങ്ങളും ഈ ഇരുചക്ര വാഹനത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. മഹാരാഷ്ട്ര നിയമസഭ